ഹലോ കൂട്ടുകാരെ, കെഫി മാസ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് SLC കെമിസ്ട്രിയുടെ സെക്കൻഡ് ചാപ്റ്ററാണ്. ഗ്യാസസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമ്മൾ 2 വീഡിയോ ആയി ക്യാപ്സ്യൂൾ ആയിക്കൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഗ്യാസസ് ലോസിനെ കുറിച്ചാണ്, വാതക നിയമങ്ങൾ. അതായത് നമുക്ക് ഈ ചാപ്റ്ററിൽ പ്രധാനമായി പഠിക്കാനുള്ളത്, ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് ഈ ഗ്യാസുകളുടെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടർ പ്രോപ്പർട്ടീസ്, ഗ്യാസുകളുടെ സവിശേഷതകൾ, അതിൻ്റെ തന്മാത്രകളുടെ അറേഞ്ച്മെൻറ്റ്, മോളിക്കുലർ അറേഞ്ച്മെൻറ്റ് ഇൻ ഗ്യാസസ്, അതുപോലെ തന്നെ ഗ്യാസുകളുടെ പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം എന്നതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ 3 ലോസുകളാണ്, 3 വാതക നിയമങ്ങൾ, 3 ഗ്യാസസ് ലോസും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് മോൾ കൺസെപ്റ്റാണ്. മോൾ കൺസെപ്റ്റിൻ്റെ പ്രോബ്ലംസ്, ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് മോൾ കൺസെപ്റ്റിൻ്റെ പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിൻ്റെ 1ാമത്തെ ഗ്യാസസ് ലോസ് വരെയുള്ള ഭാഗമാണ്. അവിടെ മോൾ കൺസെപ്റ്റിൻ്റെ പ്രോബ്ലംസ് നമുക്ക് പഠിക്കാൻ നമ്മൾ ട്രിക്കുകളുണ്ട്, നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കാണാം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഗ്യാസസ് ലോസിനെ കുറിച്ചും അതുപോലെ ഗ്യാസുകളുടെ വ്യത്യസ്തമായ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചുമാണ്. ഓക്കെ, ലെറ്റ്സ് വാച്ച് മൈ വീഡിയോ. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ആദ്യം ഗ്യാസുകളുടെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്യാസുകളുടെ സവിശേഷത എന്തൊക്കെയാണ്? ഒന്ന്, ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻ എ ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് മോളിക്യൂൾസ്. നമ്മൾ ഏത് ഗ്യാസ് എടുക്കുകയാണെങ്കിലും, കാർബൺ ഡൈ ഓക്സൈഡ് ആയിക്കോട്ടെ, നൈട്രജൻ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫ്ലൂറിൻ ആയിക്കോട്ടെ, ക്ലോറിൻ ആയിക്കോട്ടെ, ഏത് ഗ്യാസ് നമ്മളൊരു കണ്ടെയ്നറിൽ എടുക്കുകയാണെങ്കിലും ആ ഗ്യാസിൽ എന്തായിരിക്കും? ലാർജ് നമ്പർ ഓഫ് മൈന്യൂട്ട് മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വളരെയധികം തന്മാത്രകൾ ഉണ്ടായിരിക്കും ആ ഗ്യാസിൻ്റെ. അതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തത്, ദ റിയൽ വോളിയം ഓഫ് എ ഗ്യാസ് മോളിക്യൂൾ ഇസ് വെരി ലെസ് വെൻ കമ്പയർഡ് ടു ദി ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസ്. ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഗ്യാസ് എടുത്താൽ ആ ഗ്യാസിൻ്റെ മൊത്തം വ്യാപ്തം, വോളിയം എന്ന് പറയുന്നത് എന്താണ്? ഈ മോളിക്യൂളിൻ്റെ വോളിയമായി കമ്പയർ ചെയ്യുമ്പോൾ മോളിക്യൂളിൻ്റെ വോളിയം വളരെ നെഗ്ലിജിബിളാണ്, വളരെ ചെറുതായിരിക്കും, കണക്കാക്കാൻ മാത്രമില്ല എന്നർത്ഥം. അത് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത, മോളിക്യൂൾ ഓഫ് ഗ്യാസ് ആർ ഇൻ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡിറക്ഷൻ. അതായത് നമ്മളൊരു കണ്ടെയ്നറിൽ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആ മോളിക്യൂൾ വെറുതെ നിശ്ചലമായി നിൽക്കുകയല്ല, അനങ്ങാതെ നിൽക്കുകയല്ല, അത് റാപ്പിഡ് മോഷനിലാണ്, റാൻഡം മോഷനിലാണ്, വളരെയധികം സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രത്യേക ഡയറക്ഷൻ ഇല്ലാതെ മൂവ് ചെയ്യുന്നു. അതാണ് റാപ്പിഡ് റാൻഡം മോഷൻ എന്ന് പറഞ്ഞാൽ. അടുത്ത പ്രത്യേകത, ഡ്യൂറിങ് ദ റാൻഡം മോഷൻ ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾ ദേ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ആൻഡ് ആൾസോ കൊളൈഡ് വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ ഇൻ വിച്ച് ഇറ്റ് ഈസ് കെപ്റ്റ്. ഈ ഗ്യാസ് ഏത് കണ്ടെയ്നറിലാണോ കെപ്റ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത് അതിൽ ഈ മോളിക്യൂൾ തമ്മിൽ മൂവ് ചെയ്യുമ്പോൾ അവർ പരസ്പരം കൊളൈഡ് ചെയ്യുന്നുണ്ട്, മോളിക്യൂൾ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അവ ആ വാൾസുമായിട്ടും കൊളീഷൻ നടത്തുന്നുണ്ട്. അതാണ് മറ്റൊരു പ്രത്യേകത. അവിടെ ആസ് ദ കൊളീഷൻ ഓഫ് ദി മോളിക്യൂൾസ്, ഈ കൊളീഷൻ കാരണത്താൽ, ഡ്യൂ ടു ദിസ് കൊളീഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾ വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ, ഗ്യാസ് ക്രിയേറ്റ്സ് പ്രഷർ. അതായത് ഈ കൊളീഷൻ, വാളുമായിട്ടുള്ള മോളിക്യൂളിലെ കൊളീഷൻ കാരണത്താലാണ് ഈ ഗ്യാസ് എന്ത് ചെയ്യുന്നത്? പ്രഷർ ഉണ്ടാക്കുന്നത്. അതിനെ നമ്മൾ പ്രഷർ ഓഫ് ദി ഗ്യാസ് എന്ന് പറയുന്നത്. അടുത്ത പ്രത്യേകത, ആസ് ദ കൊളീഷൻ ഓഫ് മോളിക്യൂൾ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഇൻ നാച്ചർ, ദാറ്റ് മീൻസ് ദർ ഈസ് നോ ലോസ് ഓഫ് എനർജി. ഈ ഗ്യാസുകളുടെ കൊളീഷൻ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ഇൻ നാച്ചറാണ്, ഇലാസ്തിക സ്വഭാവമുള്ളതാണ്. എന്നതിനർത്ഥം, അതായത് ഇത് എത്ര വെലോസിറ്റിയിലാണോ വോൾസുമായി കൊളൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മോളിക്യൂളുമായി കൊളൈഡ് ചെയ്യുന്നത്, അപ്പോൾ അതേ വെലോസിറ്റി തിരിച്ചു വരും, ഒരു എനർജി ലോസും ഉണ്ടാകുന്നില്ല. അതാണ് ഇലാസ്റ്റിക് ഇൻ നാച്ചർ എന്ന് പറഞ്ഞാൽ. അടുത്ത പ്രത്യേകത, ദർ ഈസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഗ്യാസ് മോളിക്യൂൾ ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദി കണ്ടെയ്നർ. ഈ ഗ്യാസ് മോളിക്യൂളും അതുപോലെ ആ കണ്ടെയ്നർ വാളും തമ്മിൽ ഒരു അട്രാക്ഷനും ഇല്ല. അവർ അട്രാക്ഷൻ ഇല്ലാത്ത രൂപത്തിലാണ് മൂവ് ചെയ്യുന്നത്, ചലിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥം. ഇത്രയുമാണ് എന്ത്? ക്യാരക്ടറിസ്റ്റിക്സ് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ്. ഗ്യാസുകളുടെ പ്രത്യേകമായ സവിശേഷതകൾ, അതിന് മോളിക്യൂൾസിൻ്റെ മോഷനുമായി ബന്ധപ്പെട്ട സവിശേഷതകൾ.
അടുത്തത് മോളിക്കുലാർ അറേഞ്ച്മെൻറ്റ് ഓഫ് ഗ്യാസ് ഇൻ എ കണ്ടെയ്നർ. ഒരു കണ്ടെയ്നറിൽ നമ്മൾ ഗ്യാസ് എടുക്കുമ്പോൾ അതിൻ്റെ മോളിക്കുലർ അറേഞ്ച്മെൻറ്റ് സോളിഡും ലിക്വിഡുമായി കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എങ്ങനെ ഡിഫറൻ്റ് ആയിരിക്കുന്നു? ഒന്ന് ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മോളിക്യൂൾസ് ഈസ് വെരി ലാർജ് ഇൻ ഗ്യാസ്. ഗ്യാസുകളിൽ മോളിക്യൂൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അവ തമ്മിലുള്ള അകലം വളരെയധികം കൂടുതലാണ്. അടുത്തത് അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയായിരിക്കും? അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ ദി മോളിക്യൂൾ ഈസ് വെരി ലോ. അവർ തമ്മിലുള്ള മോളിക്യൂൾ, ഗ്യാസുകളിലെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. അതുപോലെ അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, അവരുടെ ചലന സ്വാതന്ത്ര്യം എത്രയായിരിക്കും? ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഈസ് വെരി ഹൈ. അവർ റാൻഡം മോഷൻ, റാപ്പിഡ് മോഷൻ പറയുന്നുണ്ട്. അവരുടെ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് വളരെയധികം കൂടുതലായിരിക്കും. വളരെയധികം ഈസി അവർക്ക് എല്ലാ ഭാഗങ്ങളിലേക്കും മൂവ് ചെയ്യാൻ കഴിയും. പിന്നെ എനർജി ഓഫ് ദി ഗ്യാസ് ഈസ് വെരി ഹൈ. സോളിഡ് ലിക്വിഡുമായി കമ്പയർ ചെയ്യുമ്പോൾ എനർജി ഓഫ് ദി ഗ്യാസ് ഇസ് മോളിക്യൂൾസ് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ, ഗ്യാസ് തന്മാത്ര, വാതക തന്മാത്രകളുടെ മോളിക്യൂൾസിൻ്റെ എനർജി വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അവർ വളരെ ഫാസ്റ്റായി എല്ലാ ഭാഗത്തേക്കും മൂവ് ചെയ്യാനുള്ള എനർജി അവർക്കുള്ളത്. അതുകൊണ്ടാണ് എല്ലാ ഭാഗത്തേക്കും മൂവ് ചെയ്യുന്നത്. അതുപോലെ ഗ്യാസ് ക്യാൻ ബി ഈസിലി കംപ്രസ്ഡ് ബൈ അപ്ലിക്കേഷൻ ഓഫ് പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. അടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കംപ്രസ് ചെയ്ത് അമർത്തി വെക്കാൻ പറ്റും. അതാണ് ഗ്യാസ് മോളിക്യൂൾ, നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അടുത്തത് ഗ്യാസ് ക്യാൻ ബി റെഡിലി അണ്ടർഗോസ് ഡിഫ്യൂഷൻ. ഇവർ സാധാരണ രീതിയിൽ എന്ത് ചെയ്യും? പെട്ടെന്ന് ഡിഫ്യൂസ് ചെയ്യും, എല്ലാ ഭാഗങ്ങളും സ്പ്രെഡ് ചെയ്യും. നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ചന്ദനത്തിരി കത്തിക്കുമ്പോൾ സോളിഡ് സ്റ്റേറ്റിലാകുമ്പോൾ എല്ലാ ഭാഗത്തേക്കും സ്മെല്ല് നമുക്ക് എത്തുന്നില്ല. എന്നാൽ അത് കത്തിച്ച് കഴിഞ്ഞാൽ ഗ്യാസായി മാറിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തേക്കും സ്മെല്ലെത്തും. അതാണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അടുത്തതായി എന്താണ് വോളിയം ഓഫ് ഗ്യാസ്? വോളിയം ഓഫ് എ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താ? വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദി കണ്ടെയ്നർ വിച്ച് ഒക്യുപ്പൈസ് ദ ഗ്യാസ്. അതായത് ഒരു കണ്ടെയ്നറിൽ നമ്മളൊരു ഗ്യാസ് എടുത്താൽ ആ കണ്ടെയ്നറിൻ്റെ വോളിയം തന്നെയാണ് ആ ഗ്യാസിൻ്റെ വോളിയം. ഫോർ എക്സാമ്പിൾ, ഇഫ് എ ഗ്യാസ് വിച്ച് ഇസ് ക്യാപ്റ്റ് ഇൻ എ സിലിണ്ടർ ഹാവിങ് എ വോളിയം ഓഫ് 1 ലിറ്റർ, 1 ലിറ്റർ വോളിയമുള്ള ഒരു സിലിണ്ടർ നമ്മൾ ഗ്യാസ് എടുത്ത് വിചാരിക്കുക. അപ്പോൾ ആ ഗ്യാസിൻ്റെ വോളിയം 1 ലിറ്റർ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ദിസ് ഗ്യാസ് ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫർ ടു അനദർ സിലിണ്ടർ ഹാവിങ് ദ വോളിയം ഓഫ് 10 ലിറ്റർ. അപ്പോൾ നമ്മൾ ഈ 1 ലിറ്റർ ഉള്ള ഈ ഗ്യാസിനെ നമ്മൾ മറ്റൊരു സിലിണ്ടർ, അതിന് 10 ലിറ്റർ വോളിയുള്ള മറ്റൊരു വലിയ സിലിണ്ടറിലേക്ക് നമ്മൾ മുഴുവനായി ട്രാൻസ്ഫർ ചെയ്താൽ വാട്ട് വിൽ ബി ദ ന്യൂ വോളിയം? ന്യൂ വോളിയം വിൽ ബി ദ ന്യൂ വോളിയം ഓഫ് ദി സിലിണ്ടർ. ആ സിലിണ്ടർ പുതിയ വോളിയം എന്താണ്? 10 ലിറ്റർ ആണ്. അതുകൊണ്ട് ആ ഗ്യാസിൻ്റെ വോളിയം എന്തായി മാറും? 10 ലിറ്ററായി മാറും. എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദി ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദി കണ്ടെയ്നർ വിച്ച് ഒക്യുപ്പൈസ് ദ ഗ്യാസ്. ഗ്യാസ് ഏത് സിലിണ്ടറിലാണോ ഉള്ളത്, ഏത് കണ്ടെയ്നറാണുള്ളത്, ആ കണ്ടെയ്നറിൻ്റെ വോളിയം തന്നെ ആയിരിക്കും ആ ഗ്യാസിൻ്റെ വോളിയം. അടുത്ത പ്രഷറാണ്. എന്താണ് പ്രഷർ? പ്രഷർ ഓഫ് എ ഗ്യാസ്. Pressure of a gas is the force experiences per unit area on the inner surface of the container as a result of collision of the gaseous molecule on the surface of the container. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രഷറിന് കാരണം എന്താണ്? ഈ മോളിക്യൂളിൻ്റെ റാൻഡം മോഷൻ കാരണത്താൽ ഇവരെന്ത് ചെയ്യുന്നു? ആ കണ്ടെയ്നറിൻ്റെ വാൾസിൽ നിന്ന് കൊളൈഡ് ചെയ്യുന്നു. ആ കൊളൈഡ് ചെയ്യുന്ന കാരണത്താൽ ഇവർ എത്രത്തോളം ഫോഴ്സാണ് ഓരോ യൂണിറ്റ് ഏരിയകളും ആ കണ്ടെയ്നറിൻ്റെ വാളിൽ ഉണ്ടാക്കുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ദ ഫോഴ്സ് എക്സ്പീരിയൻസ് പെർ യൂണിറ്റ് ഏരിയ ഈസ് നോൺ ആസ് പ്രഷർ ഓഫ് ദി ഗ്യാസ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? പ്രഷർ ഓഫ് ദി ഗ്യാസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എക്സ്പീരിയൻസ് ഓഫ് ദി സർഫേസ് ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ദി സർഫേസിൻ്റെ ഏരിയ. അടുത്ത ടെമ്പറേച്ചർ ഓഫ് ദി ഗ്യാസ് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ് ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി മോളിക്യൂൾസ് ഓഫ് ദാറ്റ് ഗ്യാസ്. ഒരു ഗ്യാസിൻ്റെ മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിയെ നമുക്ക് ടെമ്പറേച്ചർ എന്ന് വിളിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കണ്ടെയ്നറിൽ ഗ്യാസ് എടുത്തു, അതിന് നമ്മൾ ഹീറ്റാക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കൈനറ്റിക് എനർജി, മോഷൻ ചെയ്യാനുള്ള കഴിവിനെയാണെന്ന് വിളിക്കുന്നത്. മോഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് കൈനറ്റിക് എനർജി. മോളിക്യൂൾസ് വളരെ ഫാസ്റ്റായി മൂവ് ചെയ്യുന്നു. അവർ ചൂട് കിട്ടുകയാണെങ്കിൽ, താപം കിട്ടുകയാണെങ്കിൽ, ഹീറ്റ് കിട്ടുകയാണെങ്കിൽ വളരെയധികം കൂടുതൽ എനർജി അവർക്ക് കിട്ടും. അഥവാ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും, ഗതികോർജ്ജം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? അവയുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി. ഗതികോർജ്ജത്തിൻ്റെ ശരാശരിയാണ് എന്ത് വിളിക്കുന്നത്? ആ വാതകത്തിൻ്റെ താപനില, ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് സാധാരണ ഇതിൽ ഡിഗ്രി സെൽഷ്യസ് ആണ് ഉപയോഗിക്കാറ്. എന്നാൽ SI യൂണിറ്റ് കെൽവിനാണ്. ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് കെൽവിനാണ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് ഗ്യാസസ് ലോസ് ആണ്, വാതക നിയമങ്ങളാണ്. അതായത് ഈ വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ, amount ഓഫ് സബ്സ്റ്റൻസ്, ഇവ തമ്മിലുള്ള റിലേഷനുകളാണ് നമ്മൾ ഈ 3 ലോസുകൾ പഠിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള 3 ലോസുകളുടെ പേരുകളാണ്. ഒന്ന് ബോയിൽസ് ലോ,
2 ചാൾസ് ലോ, 3 അവഗാഡ്രോ ലോസ്. ഓക്കെ, അവഗാഡ്രോ ലോ. അപ്പോൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ ലോ ആണ് ബോയിൽസ് ലോ. ഇതിൽ പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ദ വോളിയം ഓഫ് ദി ഗ്യാസ് ആൻഡ് പ്രഷറാണ്. വോളിയവും പ്രഷറും തമ്മിലുള്ള റിലേഷനാണ് ഈ ലോ പറയുന്നത്. വോളിയവും അതുപോലെ പ്രഷറും തമ്മിലുള്ള ബാക്കിയുള്ള ക്വാണ്ടിറ്റീസ് ടെമ്പറേച്ചർ ഉണ്ട്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ട്, അവ എന്താണ് കോൺസ്റ്റൻ്റ് ആണെന്നർത്ഥം. ഇവിടെ വോളിയവും പ്രഷറും തമ്മിൽ എടുക്കുക, മറ്റ് രണ്ടെണ്ണം ഉണ്ടല്ലോ, ഏതൊക്കെ ടെമ്പറേച്ചറും എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസും, അത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. അപ്പോൾ എന്താ പറയുന്നത് ബോയിൽസ് ലോ പറയുന്നത് അറിയുമോ? ബോയിൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the volume of a definite amount of mass of a gas is inversely proportional to its pressure. അതായത് ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ വോളിയം, ആ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, വിപരീതാനുപാതമാണ്. അഥവാ പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, പ്രഷർ കുറയുമ്പോൾ വോളിയം കൂടും. ഫോർ എക്സാമ്പിൾ, സിറിഞ്ചിൻ്റെ പിസ്റ്റൺ അമർത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? പ്രഷർ കൊടുക്കുകയാണ്, അപ്പോൾ അതിനുള്ളിൽ എയർ ഉണ്ടായിരുന്നല്ലോ, ആ എയറിൻ്റെ വോളിയം കുറയും. പ്രഷർ ഇൻക്രീസസ്, വോളിയം ഡിക്രീസസ്. പ്രഷർ ഡിക്രീസസ്, വോളിയം ഇൻക്രീസസ്. അതാണ്. അപ്പോൾ ഈ പി ഈസ് ദ പ്രഷർ, പി ആണ് പ്രഷർ ആൻഡ് വി ഈസ് ദ വോളിയം, വി ആണ് വോളിയം എങ്കിൽ ദെൻ പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി. അപ്പോൾ മാത്തമാറ്റിക്കലായിട്ട് ഇങ്ങനെ എഴുതാം, പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വി. അപ്പോൾ എന്തായിരിക്കും? പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്ന് നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ റിലേഷൻ. അപ്പോൾ മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ അപ്ലിക്കേഷൻ പ്രോബ്ലം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അതിന് ഇക്വേഷനാണ് P1 V1 ഈസ് ഈക്വൽ ടു P2 V2. അതാണ് ബോയിൽസ് ലോൻ്റെ ഇക്വേഷൻ. റിലേഷൻ എന്താണ്? പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. പിന്നെ എക്സാമിന് ചോദിക്കുന്നതാണ് വ്യത്യസ്തമായ സിറ്റുവേഷൻസുകൾ തന്നുകൊണ്ട് അത് ഏത് ലോയും ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ബോയിൽസ് ലോയുടെ ചില സിറ്റുവേഷൻ നമ്മൾ പഠിച്ചു വെച്ചാൽ നമുക്ക് എളുപ്പമായിരിക്കും എക്സാമിന്. അപ്പോൾ സിറ്റുവേഷൻ റിലേറ്റഡ് ബോയിൽസ് ലോ എന്തൊക്കെയാണ്? പുൾ ദ പിസ്റ്റൺ ഓഫ് എ സിറിഞ്ച് ബാക്ക്വാർഡ്. ഒരു സിറിഞ്ചിൻ്റെ പിസ്റ്റൺ നമ്മൾ ബാക്കോട്ട് വലിക്കുന്നു, അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്കറിയാം വോളിയം കൂടും അല്ലേ? അതുപോലെ പ്രസ് ദ പിസ്റ്റൺ ആഫ്റ്റർ ക്ലോസിങ് ദ നോസിൽ. നോസിൽ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പിസ്റ്റൺ പ്രസ് ചെയ്യുക. അപ്പോൾ എന്താ സംഭവിക്കുക? വോളിയം കുറയും. അപ്പോൾ അവിടെ പ്രഷർ നമ്മൾ റിലേഷൻ എന്താണ്? വെൻ വി പ്രസ് ദ പിസ്റ്റൺ ആഫ്റ്റർ ക്ലോസിങ് ദ നോസിൽ. ഈ നോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അമർത്തുന്നു. എങ്ങനെ? പിസ്റ്റൺ നോസിൽ ക്ലോസ് ചെയ്തതിന് ശേഷം പിസ്റ്റൺ അമർത്തുന്നു സിറിഞ്ചിൻ്റെ. അപ്പോൾ ദ വോളിയം ഓഫ് ദി ഗ്യാസ് ഇൻസൈഡ് സിറിഞ്ച് ഡിക്രീസസ്. വോളിയം കുറയും. വോളിയം കുറയുമ്പോൾ പ്രഷർ കൂട്ടുമ്പോൾ വോളിയം കുറയുകയാണ്. ഇതാണ് സിറ്റുവേഷൻസ്. പ്രഷർ കുറയ്ക്കുകയാണെങ്കിൽ വോളിയം കൂടുന്നു എന്നർത്ഥം. അടുത്ത പ്രത്യേകത എന്താ വെച്ചാൽ ദ സൈസ് ഓഫ് ദി എയർ ബബിൾസ് റൈസിങ് ഫ്രം ദി ബോട്ടം ഓഫ് ആൻ അക്വേറിയം ഇൻക്രീസസ്. അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഒരു അക്വേറിയം ഉണ്ട്, അതിലെന്താണ്? സൈസ് ഓഫ് ദി എയർ ബബിൾസ് റൈസിങ് ഫ്രം ദി ബോട്ടം. താഴത്ത് മുകളിലോട്ട് വരുന്തോറും ചെയ്യുന്നു ബബിൾസിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു ഒരു അക്വേറിയത്തിൽ നിന്ന്. അതെന്താ കാരണം എന്ന് വെച്ചാൽ മുകളിലോട്ട് വരുമ്പോൾ നമുക്കറിയാം ലിക്വിഡ് പ്രഷർ ഏറ്റവും കൂടുതൽ താഴ്ഭാഗത്താണ്. മുകളിലോട്ട് വരുമ്പോൾ ലിക്വിഡ് പ്രഷർ കുറയും. അപ്പോൾ എന്തായിരിക്കും? മുകളിലോട്ട് വരുന്തോറും പ്രഷർ കുറയുന്നത് കൊണ്ട് വോളിയം കൂടുന്നു എന്നർത്ഥം. അതും ബോയിൽസ് ലോൻ്റെ സിറ്റുവേഷൻ. അടുത്ത സിറ്റുവേഷൻ ദ സൈസ് ഓഫ് ദി എയർ ബബിൾസ് റൈസിങ് ഫ്രം ദി ബേസ് ഓഫ് ദ പോണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷൻ, പോണ്ടിൽ നിന്നൊരു എയർ ബബിൾ പൊന്നുകയാണെങ്കിൽ അതിൻ്റെ സൈസ് കൂടും. അല്ലെങ്കിൽ വാട്ടർ റിസർവോയർ, ഒരു വാട്ടർ റിസർവോയർ ആണെങ്കിൽ ഏതാണെങ്കിലും അതിലൊക്കെ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാം. അടുത്തത് സൈസ് ഓഫ് ദി ക്ലൈമറ്റ് ബലൂൺസ് ഇൻക്രീസസ് ആസ് ദേ മൂവ്സ് ഇൻ അപ്വാർഡ് ഡയറക്ഷൻ ടു ദി ഹയർ ആൾട്ടിറ്റ്യൂഡ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ മുകളിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബലൂൺ വീർപ്പിച്ചു വിട്ടിരിക്കുന്നു, ക്ലൈമറ്റ് ബലൂൺ, ഹൈഡ്രജൻ ബലൂണൊക്കെ എടുക്കാം. അത് മുകളിലോട്ട് വരുന്നതോറും ചെയ്യും അതിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ? നമുക്കറിയാം ഹയർ ആൾട്ടിറ്റ്യൂഡ് അറ്റ്മോസ്ഫിയർ മുകളിലോട്ട് പോകുന്നതോറും പ്രഷർ കുറയുകയാണ് ചെയ്യുക. പ്രഷർ കുറയുമ്പോൾ അവിടെ വോളിയം ഇൻക്രീസ് ചെയ്തു, അതുകൊണ്ട് ബലൂണിൻ്റെ വലിപ്പം കൂടി വരുന്നു. അടുത്ത സിറ്റുവേഷനാണ് വെൻ ദ ഇൻഫ്ലാറ്റഡ് ബലൂൺ ഇസ് ഇമ്മേഴ്സ്ഡ് ഇൻ വാട്ടർ ഇറ്റ് സൈസ് ഡിക്രീസസ്. ഒരു വീർപ്പിച്ച ബലൂൺ നമ്മളിൽ നിന്ന് ഒരു വെള്ളത്തിലേക്ക് അടിയിലേക്ക് താഴ്ത്തുന്നു, അപ്പോൾ അതിൻ്റെ സൈസ് കുറയും, അതാ വോളിയം ഡിക്രീസ് ചെയ്യും. നേരത്തെ പറഞ്ഞ നേരെ ഓപ്പോസിറ്റ് ആണ്. എയറോബിൾ മുകളിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? വലുപ്പം കൂടുന്നു പറഞ്ഞു. അതുപോലെ ബലൂൺ അമർത്തുമ്പോൾ വലുപ്പം കുറയുമെന്ന് പറഞ്ഞു. കാരണം താഴ്ഭാഗത്ത് ലിക്വിഡ് പ്രഷർ കൂടുതലാണ്. പ്രഷർ കൂടുമ്പോൾ ആ ബലൂണിൻ്റെ സൈസ് കുറയുന്നു. അതൊക്കെ എന്താണ്? ബോയിൽസ് ലോൻ്റെ സിറ്റുവേഷൻസുകളാണ് നമ്മൾ മനസ്സിലാക്കുക. അടുത്ത രണ്ടാമത്തെ ലോ ആണ് ചാൾസ് ലോ. ചാൾസ് ലോ പറയുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ വോളിയം ഓഫ് എ ഗ്യാസ് ആൻഡ് ടെമ്പറേച്ചർ. വോളിയവും ടെമ്പറേച്ചറും നമ്മുടെ റിലേഷനാണ് ചാൾസ് ലോ പറയുന്നത്. അപ്പോൾ അവിടെ കോൺസ്റ്റൻറ്റ് മറ്റ് രണ്ട് ക്വാണ്ടിറ്റീസ് ആണ്. ഏതൊക്കെയാണ്? പ്രഷർ കോൺസ്റ്റൻ്റ് ആണ്, നമ്പർ ഓഫ് മോളിക്യൂൾസ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് കോൺസ്റ്റൻ്റ് മനസ്സിലാക്കാം. അപ്പോൾ ടെമ്പറേച്ചറും വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷനാണ് ചാൾസ് ലോ പറയുന്നത്. അപ്പോൾ എന്താണ് ചാൾസ് ലോ? ചാൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിരിക്കുന്നു. ദ വോളിയം ഓഫ് എ ഡെഫിനിറ്റ് എമൗണ്ട് ഓഫ് ഗ്യാസ്. ഒരു ഡെഫിനിറ്റ് മാസ് ഉള്ള ഗ്യാസ്
അതിൻ്റെ വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ഇൻ കെൽവിൻ സ്കെയിൽ. കെൽവിൻ സ്കെയിലുള്ള ടെമ്പറേച്ചറിന് എന്തായിരിക്കും? ആ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അഥവാ വോളിയം ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയം കൂടുന്നു, ടെമ്പറേച്ചർ കുറയുമ്പോൾ വോളിയം കുറയുന്നു. അതാണ് അത് ഒന്ന് കൂടുമ്പോൾ മറ്റത് കൂടുന്നു, ഒന്ന് കുറയും മറ്റത് കുറയുന്നു. അതാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, നേർ അനുപാതമാണ്. അഥവാ വോളിയവും ടെമ്പറേച്ചറും നേർ അനുപാതമാണ് എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വി ആണ് വോളിയം. ഇഫ് വി ഈസ് ദ വോളിയം ആൻഡ് ടി ഈസ് ദ ടെമ്പറേച്ചർ, ദെൻ അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ് റിലേഷൻ. അപ്പോൾ അവിടെ എന്ത് കിട്ടും? വി ബൈ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കിട്ടും. വി ബൈ ടി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്, അതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ. അപ്പോൾ പ്രാക്ടിക്കലായിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇക്വേഷൻ വരിക? V1 by T1 is equal to V2 by T2. അതാണ് എന്തിൻ്റെ? ചാൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. V1 by T1 is equal to V2 by T2. അടുത്ത സിറ്റുവേഷൻസ് റിലേറ്റഡ് ടു ചാൾസ് ലോ. ചാൾസ് ലോയുമായി ബന്ധപ്പെട്ട സിറ്റുവേഷൻസ് ഏതൊക്കെയാണ് പഠിക്കാം. When an inflated balloon is kept in sunlight, it will burst. ഒരു വീർപ്പിച്ച ബലൂൺ നമ്മൾ സൺലൈറ്റിൽ വെച്ചാൽ അത് പൊട്ടുന്നു, ഇറ്റ് വിൽ ബേസ്റ്റ്. അവിടെ നോക്കുക, ടെമ്പറേച്ചർ അവിടെ എന്താണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. ചൂടുള്ള വെയിലത്താണ് വെക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ടെമ്പറേച്ചർ കൂടുന്നു, ആ ബലൂൺ വീർത്ത് എന്ത് ചെയ്യുന്നു? വോളിയം ഇൻക്രീസ് ചെയ്ത് പൊട്ടുന്നു. അത് ചാൾസ് ലോയുമായി ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അവിടെ പ്രഷർ, അറ്റ്മോസ്ഫിയർ പ്രഷർ അവിടെ കോൺസ്റ്റന്റ് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അതിലുള്ള ഗ്യാസിൻ്റെ അളവിൽ മാറ്റമില്ല, amount ഓഫ് സബ്സ്റ്റൻസും കോൺസ്റ്റന്റ് മനസ്സിലാക്കുക. അടുത്താണ് വെഹിക്കിൾ ടയർ ആർ നോട്ട് ഫുള്ളി ഇൻഫ്ലാറ്റഡ് ഡ്യൂറിങ് സമ്മർ. സമ്മർ സീസണിൽ ഒരിക്കലും നമ്മൾ എന്താ പറയുക, വെഹിക്കിൾ ടയർ ഫുള്ളായി കാറ്റ് നടക്കാറില്ല. എന്താ അതിന് കാരണം? നന്നായി നിറച്ച റോഡിലൂടെ അത് പോകുമ്പോൾ അത് ചൂടായിട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതില്ലാതാക്കാനാണ് എന്ത്? വെഹിക്കിൾ ടയർസ് ആർ നോട്ട് ഫുള്ളി ഇൻഫ്ലാറ്റഡ് ഡ്യൂറിങ് സമ്മർ. സമ്മർ സീസണിൽ വെഹിക്കിൾ ടയർ ഫുള്ളായി നമ്മൾ കാറ്റ് നടക്കാറില്ല, കുറച്ച് ലൂസായിട്ടാണ് നടക്കുക. അതിന് കാരണം എന്താണ്? അത് ചാൾസ് ലോ ആണ്. അതുമായി ബന്ധപ്പെട്ട ലോ എന്ന് മനസ്സിലാക്കാം. അടുത്തത് എന്താണ്? When an inflated balloon is kept in a cold water, its size decreases. ഒരു തണുത്ത വെള്ളത്തിൽ നമ്മൾ വീർപ്പിച്ച ബലൂൺ താഴ്ത്തി കഴിഞ്ഞാൽ അതിൻ്റെ സൈസ് കുറയുന്നു. കാരണം എന്താണ്? അവിടെ പ്രഷർ എന്താണ്? പ്രഷറും അതുപോലെ തന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസും അവിടെ സെയിം ആണ്. പക്ഷേ അവിടെ നന്നായി അടിയിലോട്ട് താഴ്ത്താന്നല്ല പറയുന്നത്. ഒരു കോൾഡ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യുന്നു? താഴ്ത്തി ഇങ്ങനെ വെക്കുകയാണ് ചെയ്യുന്നത്. വെക്കുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കുറയുന്നത് കൊണ്ടാണ് സൈസ് ഡിക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസസ്, വോളിയം ഡിക്രീസസ്. അതാണ് ചാൾസ് ലോയുമായി ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷനാണ്. അടുത്തത് ആൻ എക്സ്പെരിമെൻറ്റ് യൂസിങ് എ ഡ്രൈ ഇഞ്ചക്ഷൻ ബോട്ടിൽ. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പറയുന്ന ആ സിറ്റുവേഷൻ. ആൻ എക്സ്പെരിമെൻറ്റ് യൂസിങ് എ ഡ്രൈ ഇഞ്ചക്ഷൻ ബോട്ടിൽ. ഡ്രൈ ഇഞ്ചക്ഷൻ ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് നടത്തുന്നു. എ ഹോൾഡ് റബ്ബർ സ്റ്റോപ്പർ. ഒരു റബ്ബർ സ്റ്റോപ്പർ എന്നതിന് മുകളിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് എ റീഫിൽ വിത്ത് എ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഇൻസേർട്ടഡ് അറ്റ് ദി ലോവർ എൻഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതിൽ നമ്മൾ ലോവർ എൻഡിൽ ഒരു റീഫില്ല് വെച്ചിട്ടുണ്ട്, അതിൽ ഡ്രോപ്പ് ഓഫ് ഇങ്ക് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ താഴ്ഭാഗത്ത് ചൂടാക്കുമ്പോൾ ആ ബോട്ടിൽ, ഇഞ്ചക്ഷൻ ബോട്ടിൽ ചൂടാക്കുമ്പോൾ ആ ഇങ്ക് മുകളിലോട്ട് ഉയരുന്നത് കാണാൻ പറ്റും. അതും ഇതിന് എക്സാമ്പിളാണ്. ചാൾസ് ലോൻ്റെ സിറ്റുവേഷൻ എക്സാമ്പിളാണ്, മനസ്സിലാക്കാം. മൂന്നാമത്തെ ലോ ആണ് അവഗാഡ്രോ ലോ. അവഗാഡ്രോ ലോ പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ വോളിയം ഓഫ് എ ഗ്യാസ് ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അവിടെ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്, മനസ്സിലാക്കുക. പ്രഷറും ടെമ്പറേച്ചറും സ്ഥിരമാണ്. എന്നാൽ ആര് തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്? വോളിയം ഓഫ് ദി ഗ്യാസ് ആൻഡ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഒരു നമ്പർ ഓഫ് മോളിക്യൂൾസും ഗ്യാസിൻ്റെ വോളിയം തമ്മിലുള്ള റിലേഷനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അവഗാഡ്രോ ലോ? അവഗാഡ്രോ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയി വെച്ചിരിക്കുന്നു. ദെൻ ദ വോളിയം ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ്. ആ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് അതിന് നമ്പർ ഓഫ് മോളിക്യൂൾസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻക്രീസ് ചെയ്താൽ വോളിയം കൂടുന്നു, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിക്രീസ് ചെയ്താൽ വോളിയം കുറയുന്നു, ഡിക്രീസ് ആകുന്നു എന്നർത്ഥം. അപ്പോൾ ഈ വി ഇസ് ദ വോളിയം, വി ആണ് വോളിയം, എൻ ഇസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾ, എൻ ആണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്കിൽ then V by N will be equal to a constant. V by N equal to a constant ആയിരിക്കും. അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ നമുക്ക് അവഗാഡ്രോനെ പറയാം, അണ്ടർ ദ സെയിം കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സെയിം പ്രഷറിൻ്റെയും ടെമ്പറേച്ചറിൻ്റെയും കണ്ടീഷൻ സെയിം ആണെങ്കിൽ ഈക്വൽ വോളിയം ഓഫ് എ ഗ്യാസ് വിൽ ബി കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഈക്വൽ വോളിയമുള്ള ഏത് ഗ്യാസ് എടുത്താലും, അത് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ഓക്സിജൻ ഏതെടുത്താലും ഈക്വൽ വോളിയമാണോ ഇതൊക്കെ എടുത്തതെങ്കിൽ അതിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എല്ലാം അതിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. അത് ഏത് ഗ്യാസ്, എനി ടൈപ്പ് ഓഫ് ഗ്യാസ് എടുത്താലും ഈക്വൽ വോളിയം എടുക്കുന്നു. അത് സെയിം കണ്ടീഷൻ ആയിരിക്കണം. എന്ത്? ടെമ്പറേച്ചറും പ്രഷറും സെയിം ആയിരിക്കണം, മാറ്റില്ല. അങ്ങനെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കണ്ടെയ്നറുകളിൽ വ്യത്യസ്തമായ ഗ്യാസ് എടുക്കുന്നു. അതിൽ ഈക്വൽ വോളിയം എല്ലാം ഈക്വൽ വോളിയം ആണെങ്കിൽ അതിലെ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണവും സെയിം ആയിരിക്കുമെന്നാണ് അവഗാഡ്രോ ലോ പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റിലേഷൻ എന്താണ്? വി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ ആണ്. അവിടെ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പ്രത്യേകം ഓർക്കുക. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്തായിരിക്കും? വി ബൈ എൻ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ പ്രാക്ടിക്കൽ അതിന് ഇക്വേഷൻ എന്തായിരിക്കും? വി വൺ ഡിവൈഡ് ബൈ എൻ വൺ ഈസ് ഈക്വൽ ടു വി ടു ഡിവൈഡ് ബൈ എൻ ടു എന്നായിരിക്കും അതിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി അവഗാഡ്രോ ലോ നമ്മൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഏതൊക്കെയാണ്? സിറ്റുവേഷൻസ് റിലേറ്റഡ് ടു ദി അവഗാഡ്രോസ് ലോ. സിറ്റുവേഷൻസ് റിലേറ്റഡ് ടു ദി അവഗാഡ്രോസ് ലോ ഏതൊക്കെയാണ്? ഒന്ന്, ദ സൈസ്, the volume of a balloon increases when the balloon is inflated and its volume size decreases when air removed from the balloon. The volume of a balloon increases when the balloon is inflated. ബലൂൺ വീർപ്പിക്കുമ്പോൾ ബലൂണിൻ്റെ വലിപ്പം കൂടുന്നു, അഥവാ നമ്മളതിലേക്ക് ഊതുമ്പോൾ കൂടുതൽ മോളിക്യൂൾസ് അതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്, നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ സൈസ് ഓഫ് ദി ബലൂൺ ഇൻക്രീസസ്, അതാണ് ഒരു കേസ്. അതിൽ നമ്മൾ വോളിയം, അതിന് നമ്പർ ഓഫ് മോളിക്യൂൾസ് റിലീസ് ചെയ്യാൻ ബലൂൺ ഓപ്പൺ ആക്കി വിടുകയാണെങ്കിൽ അതിന് എന്ത് ചെയ്യുന്നു? എയർ പുറത്തോട്ട് പോകുന്നു. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് കുറയുമ്പോൾ അതിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നു. അവിടെ നോക്കുക, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആണ്. കാരണം അവിടുത്തെ ടെമ്പറേച്ചർ എന്ന അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറാണ്, പ്രഷർ എന്ന അറ്റ്മോസ്ഫിയർ പ്രഷറാണ്, മാറ്റില്ല എന്ന് മനസ്സിലാക്കുക. അടുത്തത് ഫില്ലിംഗ് ഓഫ് എയർ ഇൻ ടയേഴ്സ് ഓഫ് വെഹിക്കിളിൻ്റെ ടയറിൽ കാറ്റ് നിറക്കുന്നത്, അത് എന്താണ്? അവഗാഡ്രോ ലോ ആണ്. കാരണം അവിടെ പ്രഷറും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്, മാറ്റില്ല. എന്നാൽ അതിലേക്ക് നമ്മൾ കൂടുതൽ മോളിക്യൂൾസിനെ ആഡ് ചെയ്യുമ്പോൾ ആ ടയറിലെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. ഫില്ലിംഗ് ഓഫ് എയർ ഇൻ എയർ ബെഡ്, എയർ ബെഡുകളിൽ എയർ ഫില്ല് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ദ സൈസ് ഓഫ് ടയർ ഡിക്രീസസ് വെൻ എയർ എസ്കേപ്പ് ത്രൂ ദ പഞ്ചർ, അതായത് എസ്കേപ്പ് ഔട്ട് ത്രൂ ദി പഞ്ചർ ആകുമ്പോൾ അതിലൂടെ ടയറിൽ നിന്ന് എന്ത് ചെയ്യുന്നു? എയർ എസ്കേപ്പ് ചെയ്യുന്നത് എന്നൊരു എക്സാമ്പിളാണ്, സിറ്റുവേഷനാണ് അവഗാഡ്രോയുമായി ബന്ധപ്പെട്ട സിറ്റുവേഷനാണെന്ന്. ഇതാണ് 3 ലോസ്. അപ്പോൾ ഏതൊക്കെ ലോസ് പഠിച്ചു? നമ്മൾ ബോയിൽസ് ലോ പഠിച്ചു, ചാൾസ് ലോ പഠിച്ചു, അവഗാഡ്രോ ലോ പഠിച്ചു. ഈ 3 ലോ ബന്ധപ്പെട്ട ഇക്വേഷൻ പഠിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഇക്വേഷൻസ് പഠിക്കുക, അതുപോലെ തന്നെ അതിൻ്റെ സിറ്റുവേഷൻസ് പഠിക്കുക. അങ്ങനെ ചിന്തിച്ച് ആൻസർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ മാർക്ക് നമ്മൾ കളയരുത്, അത് സ്കോർ ചെയ്യാൻ പഠിക്കുക. അടുത്തത് മോൾ കോൺസെപ്റ്റാണ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.